ഹായ്, രേണു കുണിയുടെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. രേണു കുണി പറയുന്ന ഒരു കാര്യം കേൾക്കാം. അതെ, KHDC ഫിറോസിക്ക, ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ, എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ നാണം ഉണ്ടോ തനിക്ക് എപ്പോഴാണ് ഞാൻ നാറി ചെറ്റ ആയത്? ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരുണ്ട്. ഇക്ക പറഞ്ഞാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട്, ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പൊ തന്നെ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി, എന്റെ തന്തയും ഞാനും നാറി ചെറ്റയായത്. നാണം ഉണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എന്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല. ഇക്കായും മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ, ഇക്ക എന്തരാണ് ഇക്കായി കേക്കുന്നത്? അപ്പൊ ഇക്കായുമായിട്ട് സംസാരമൊക്കെ ഉണ്ടായിരുന്നല്ലേ? കൊച്ചു കള്ള ചുമ്മാ അല്ല, ഓള് കെട്ടണം എന്ന് പറഞ്ഞപ്പോ ഇങ്ങേർക്ക് ഇളവിയത്. ഇയാളെ കയ്യിരിപ്പുണ്ടല്ലോ. ശിവന് ഒന്നും പറയാനില്ല. അല്ല ചേച്ചിയുടെ പൊട്ടും കുത്തും കുറിയും കോമയൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പൂർവാശ്രമ വിട്ടുദൂരം ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ലയോ? അത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. നല്ലൊരു നടിയാണ് കേട്ടോ ഇവര്. അത്യാവശ്യം ഇവരുടെ ലൈഫിൽ ഇവർ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഏതോ അമ്പലത്തിലൊക്കെ പോയി തൊട്ടുകുറിയും തൊടിയൊക്കെ ഇട്ടിട്ടാണ് പുള്ളിക്കാരത്തി വന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാനത് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആണ്. അപ്പൊ അത് ഞാൻ വിട്ടു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം സപ്പോർട്ട് ചെയ്യുകയും അവര് ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്തെടുത്ത്, ഇത് നമ്മൾ പറഞ്ഞാൽ കൂടി പോകും. ഒന്നും പറയാനില്ല, ജാതി മതമൊന്നും പറയുന്നില്ല. പക്ഷെ സംതിങ് ഫിഷി അതെനിക്ക് മനസ്സിലായോണ്ട് പറയുന്നതാണ്. ഇതില് ഫിറോസ് അണ്ണനുമായിട്ട് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ ഗുരു സത്യത്തെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ എന്ന് എനിക്ക് ഇതുവരെ വിശ്വാസമില്ലായിരുന്നു കേട്ടോ. അന്നങ്ങനെ ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അല്ലാണ്ട് സത്യമായിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടേനു ഉണ്ടാവാനാണ് ചാൻസ്. ബാക്കി ഓക്കെ, അപ്പാർട്ട് ഫ്രം എവറിത്തിങ്, ഈ ഫാദറിന്റെ വിഷയമായിരുന്നാലും ബാക്കി അവരുടെ ആ ഒരു ഇതൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ആ വീടിന്റെ കേസിൽ നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അവിടെ ഉള്ളവരും മറ്റുള്ളവരും ഒക്കെ പറയുന്ന ഒരു കാര്യം അതാണ്. സംതിങ് നല്ല രീതിയിൽ പ്രശ്നമുണ്ട്. അവർക്കിത് വെച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അവരുടെ പൈസ, അതായത് ഇപ്പം അവർ പറയുന്ന ചില പോയിന്റ്സ് ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പം ഒരു കറക്റ്റ് ഉണ്ട്. പിച്ചയാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി വന്ന പിച്ചയാണ്. അതായത് ഫിറോസിന്റെ കുടുംബത്തിൽ നിന്ന് വന്ന കാശല്ല, അത് അവർക്ക് വന്ന ഒരു ഭിക്ഷയാണ്. ആ ഭിക്ഷ നിങ്ങൾ കൈയിട്ട് വാരിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. നമുക്കിപ്പോൾ 5 ലക്ഷം രൂപയ്ക്കും വീട് വയ്ക്കാം, 10-നും വെക്കാം, 1 കോടിക്കും വെക്കാം. ഈ ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ആണ്. അപ്പൊ നിങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുടെ ലോ ക്വാളിറ്റി കൊണ്ടാണ് വിത്തിൻ 2 ഇയറിൽ